ഹായ്, റമദാൻ 2ൻ്റെ നോമ്പുതുറ വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ജ്യൂസും ഉണ്ട്, പിന്നെ റാഗിൻ്റെ ഒരു ഡ്രിങ്കും ഉണ്ട്, പിന്നെ അതാ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ചിക്കൻ റോളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്, പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയതുള്ള ഐറ്റമുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, പൊങ്ങി വന്നാൽ. ഇപ്പോൾ ഇത് അടച്ച് വെക്കാം. എന്നിട്ട് ഇതാ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1.5 കപ്പ് മൈദമാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു ചപ്പാത്തിൻ്റെ മാവ് പോലെയൊക്കെ ഒന്ന് കുഴച്ചിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചിട്ട് എടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. കാരണം ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടുക. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. ഫില്ലിങ് തയ്യാറാക്കുക. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക. വലിയുള്ളി നന്നായിട്ടൊന്ന് വഴന്ന ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. പിന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ വലിയുള്ളി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടും. അപ്പോൾ അത് വിട്ട് പോയതാണ്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഈ പൊടികൾ ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. മല്ലിയില ഇതിലേക്ക് ചേർക്കുമ്പോൾ ചിക്കൻ റോളിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചിക്കൻ റോള് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇത് ചേർത്ത് കൊടുത്താൽ. പിന്നെ അതിലേക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചിക്കന് കുരുമുളകും ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എന്നെ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഫ്രൈ ചെയ്തിട്ടുള്ളതല്ല, വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഇത് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. തണുത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ആവും ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമുക്ക് എത്രയാണോ ചിക്കൻ റോളിന് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് പൊടി കൊണ്ട് 12 റോളാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. ചെറിയൊരു ചപ്പാത്തിൻ്റെ കനത്തിൽ തന്നെയാണ് പരത്തിയിട്ട് എടുക്കുന്നത്. വലിയ വട്ടത്തിലല്ല, ഒരു പാകത്തിനുള്ള വട്ടത്തിലായിട്ട് ചപ്പാത്തിൻ്റെയൊക്കെ കനത്തിൽ ഒന്ന് പരത്തിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കിയ ശേഷം പിന്നെ 2 സൈഡും കൂട്ടി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. ലാസ്റ്റ് കുറച്ച് മൈദ മാവ് എടുത്തിട്ട് ഇത് ഒന്ന് പശയാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അത് വേറിട്ട് പോരാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ റോളുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കണേ. അതിനായിട്ട് ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ഒരു ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മൾ ഈ റോൾ ഇതിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത ശേഷമാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇതിലൊന്ന് ഇട്ട് കോട്ട് ചെയ്ത ശേഷം പിന്നെ നേരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വേവില്ല കേട്ടോ, ഈ മാവിൻ്റെ ഉള്ളൊന്നും വേവില്ല. നമ്മൾ ഫില്ലിങ്ങൊക്കെ നമ്മൾ വേവിച്ചിട്ട് വെച്ചതാണെങ്കിലും നമ്മൾ റോൾ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കും ഇതിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ആദ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, പിന്നെ ഒന്ന് ഫ്രൈ ആയ ശേഷം പിന്നെ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ വീർത്ത് വരും കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റൊക്കെ ചേർത്ത് കുഴച്ചതുകൊണ്ട് തന്നെ ഈ റോള് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ട് വേവണം എന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ റോള് നല്ല ഡാർക്ക് കളറായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാനത് കരുതിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാവണത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മുരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ കരിഞ്ഞിട്ട് ഇതിൻ്റെ മാവൊന്നും ഉള്ളൊന്നും വേവൂല കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറയണത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പൊന്നും നല്ല ഭംഗിയൊന്നുമില്ല കേട്ടോ കാണാൻ, എന്നാലും നമ്മൾ വീട്ടിൽ റെഡിയാക്കണതല്ലേ. അപ്പോൾ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.